ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ള ഏമാമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണത്രേ. ഇനി അധികകാലം കച്ചവടം ചെയ്യാൻ പാടില്ലാന്ന്. പിച്ചക്കാരും തട്ടുകടക്കാരും ഒഴിവാക്കുക, നഗരം നന്നാവുന്ന സർക്കാർ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ പറ്റുമപ്പാ, നമുക്ക് നോക്കാം, നീ ചുമ്മാതിരി. നാളെ പുതിയ SI ചാർജ് എടുക്കല്ലേ, മിനിമം 4 ദിവസം നമ്മുടെ കച്ചവടം സ്വാഹ. പുതിയ SI ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടർഷക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാലല്ലേ അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല. ഓട്ടറ കൊണ്ടുപോയ നായിന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല. 2 ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പ കക്കും. എന്റെ അല്ലാ, 100 രൂപ ബീഫും പോകട്ടെയാ പക എടുത്തിട്ട് പോയത്. ഒന്ന് പോട്ടെ മൈനെ. എന്ത് പോട്ടേന്ന്? ഒരു പതി കൂടി എടുത്തേ. പണ്ടോളം വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ. എന്തിനാ കരയണേ? മോൻ കരയണ്ട കേട്ടോ, മോൻ ആരും ചീത്ത പറയണ്ട. ഓ, ഒക്കത്തെടുത്ത് വെച്ചിട്ട് കുപ്പിപ്പാലിയായിട്ട് അവിടെ തൊള്ളയിലേക്ക്. മോന്റെ വീട് എവിടെയാ? കുരുത്തക്കേന്റെ കൂടെ പ്രഭാണ്ടത്. മോന്റെ അച്ഛനോ? അച്ഛൻ ഇല്ല. അമ്മ? അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അത് ശരി, അത്ര കുരുത്തുള്ള വിത്താവും. വേണ്ടവാ, ഇപ്പൊ തന്നെ നീ അവിടെ 3-4 കൊണ്ടിട്ടുണ്ട്. പോരാണ്ട ഈ കുരിശി നീ വിട്ടേ. അറിയില്ല കേട്ടോ. അപ്പൊ എന്റെ ബസ് 5ാമത് പെറ്റൂന്ന് അർത്ഥം. ഈ വണ്ടി തള്ളു. ഈ ഒടുക്കത്തെ കുടി വലി നിർത്താണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അത് ഉറപ്പാ. സങ്കടം കൊണ്ടാ കണ്ട ഇടനെഞ്ച് കിടന്ന് പൊട്ടയാണ് എനിക്കറിയാമോ. എന്റെ ഗൽബിൽ നീയാണ്, എന്റെ ഗൽബിൽ നീയാണ്. തുടങ്ങിയല്ലേ നിന്റെ വാങ്ങുകളെ. എടാ എനിക്കറിയാടാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണെന്ന്. ഞാൻ എടാ എടുത്തോണ്ട് പോണ ഈ സാധനത്തിനാ. എനിക്ക് വേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാനൊരു പുതിയ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ആദ്യം പുതിയ ഓടിച്ച് പഠിച്ചോളാ. ഒന്ന് പോന്റെ ഭാസ്കര. എനിക്കറിയാതെ നിനക്ക് സൈക്കിൾ. നീ എന്താ പറഞ്ഞത്? ഞാൻ തൊണ്ടാ നീ കറുത്തു പോകുന്നല്ലേ? എടി ഞാൻ ആരുടെയൊക്കെ വണ്ടി വിടുമായിട്ടേ. നിനക്കത് പറയാം. സ്വന്തം കാമുകി മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ട് അയലോക്കത്ത് കഴിയുമ്പോഴുള്ള വേദന നിനക്കറിയില്ല. ഭാസ്കരനോടാ നിന്റെ കളി. ഒരുപാട് നടക്കും. എവിടെ കഞ്ഞിനെവിടെ?